ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മേവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ഖുതുബകളിലൂടെ സ്വർഗത്തിന്റെ മനോഹാരിതകളെക്കുറിച്ചും അതിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ സ്വർഗം നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബിയായ വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് ദുൽ ഖുവൈസറ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, മത്തസ്സാഅ, അള്ളാഹുവിന്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യദിനം? ആ ചോദ്യം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, വമാദാ അഅദത്ത ലഹ, അന്ത്യദിനത്തിനു വേണ്ടി, ഖിയാമത്ത് നാളിനു വേണ്ടി എപ്പോഴാണെങ്കിലും നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഈ ചോദ്യം കേട്ട സ്വഹാബി പറഞ്ഞു, ലാ ശൈ, റസൂലെ, എന്റെ അടുക്കൽ ഒന്നുമില്ല, ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലെ, അന്ത്യദിനത്തിനു വേണ്ടി, ഖിയാമത്ത് നാളിനു വേണ്ടി എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്, പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, അൻത മഅ മൻ അഹ്ബബ്ത, അല്ലയോ, നീ സ്നേഹിക്കുന്നവരോടൊപ്പം നാളെ സ്വർഗത്തിൽ പരലോകത്ത് നീ ഉണ്ടായിത്തീരുമെന്ന വാക്ക് ആ അറാബിയായ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വാക്കുണ്ടല്ലോ, നീ സ്നേഹിക്കുന്നവരോടൊപ്പം നീ ഉണ്ടായിത്തീരുമെന്ന വാക്ക്, അതിനേക്കാൾ ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു വാക്കുമില്ലായിരുന്നു. അന ഉഹിബ്ബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്, നാളെ സ്വർഗത്തിൽ പരലോകത്ത് അവരോടൊപ്പം ഉണ്ടായിത്തീരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹും റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ എന്നും അത്ര സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാരണത്താൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടായിത്തീരുമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗമാണോ ലക്ഷ്യം? സുന്ദരമായ സ്വർഗമാണോ ലക്ഷ്യം? പ്രവാചകനെ സ്നേഹിക്കുക എന്നതിന് അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന്റെ, അദ്ദേഹത്തെ പിൻപറ്റേണ്ടതിന്റെ ധാരാളം മഹത്വങ്ങൾ ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉക്കും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്തു തൗബയിലെ ആയത്താണ് സഹോദരങ്ങളെ. എന്താ ഇതിൽ പടച്ചറബ് പറയുന്നത്? ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പടച്ചറബെണ്ണി. ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, വ അബ്നാഉക്കും, മക്കളെക്കാൾ, വ ഇഖ്വാനുക്കും, സഹോദരങ്ങളെക്കാൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളെക്കാൾ, വ അശീറത്തുക്കും, കുടുംബക്കാരെക്കാൾ, വ അംവാലുൻ ഖതറഫ്തുമുഹാ, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തിനേക്കാൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, വ മസാകിനു തർദൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടിനേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി. 8 കാര്യങ്ങൾ എണ്ണി, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ. ഇതിനേക്കാളെല്ലാം പ്രിയപ്പെട്ട ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, കുടുംബക്കാരെക്കാൾ, തന്റെ വീടിനേക്കാളും കച്ചവടത്തെക്കാളും സമ്പത്തിനേക്കാളും
ഒരു വ്യക്തി സ്നേഹിക്കേണ്ടത് അള്ളാഹുവേയും അവന്റെ പ്രവാചകനെയും അവരുടെ മാർഗത്തിലുള്ള ജിഹാദിനെയും ധർമ്മസമരത്തെയുമാണ്. അല്ലെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനയുമായി അവന്റെ അമ്രുമായി വരുന്നത് വരെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കുക എന്നത് നമുക്ക് ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുമിനു അഹദുക്കും, നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ലോകത്തെ ഏവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ അത്രയും കാലത്തോളം നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ അത് പൂർണ്ണമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഒരിക്കല് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് എന്നെ കഴിഞ്ഞിട്ട്. റസൂലുള്ള പറഞ്ഞു, ഉമറെ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം മാറ്റി പറഞ്ഞു, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് റസൂലേ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് നിന്റെ വിശ്വാസം, ഈമാൻ അത് പൂർണ്ണമായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നാം സ്നേഹിക്കുന്ന എന്തുണ്ടോ അതിനേക്കാളെല്ലാം ഒരു വിശ്വാസിക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവും റസൂലുമാകണം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് എല്ലാത്തിനേക്കാളും ഉത്തമം അന്നബിയും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലൂടെ പടച്ചറബ് പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കണോ, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അവനിക്കേറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും റസൂലും എപ്പോഴാകുന്നോ അപ്പോഴേ ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവൻ ഈമാന്റെ മാധുര്യം അനുഭവിക്കണോ, ആസ്വദിക്കാൻ സാധിക്കണോ, എന്തിനേക്കാളും പ്രിയപ്പെട്ടവരെ അല്ലാഹുവും റസൂലുമായി തീരേണ്ടതുണ്ട്. ആ നിലക്ക് പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു മഹാനായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു. ഏതൊരു സ്വഹാബിയുടെ ചരിത്രം പരിശോധിച്ചാലും തങ്ങളുടെ ജീവനേക്കാളും സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും പ്രവാചകനെ സ്നേഹിച്ച ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. റസൂലുള്ളാഹിയുടെ വിരിപ്പിൽ കിടക്കാൻ തയ്യാറായത് ആരാ പ്രിയപ്പെട്ടവരെ? മഹാനായ സ്വഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്ത് ധൈര്യത്തിലാ കിടക്കുന്നത്? ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി കിടക്കയിൽ കിടക്കുന്ന, ബെഡിൽ കിടക്കുന്ന റസൂലിനെ വെട്ടാൻ വേണ്ടി തയ്യാർ ശത്രുക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ പോലും എന്റെ ജീവന് പോയാലും റസൂലിനൊന്നും പറ്റരുതെന്ന ചിന്തയായിരുന്നു സഹാബികൾക്ക് ഉണ്ടായിരുന്നത്. ഹിജ്റ പോകുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിലൂടെ അല്പസമയം മുന്നോട്ട് പോകുന്ന, പിന്നെ പിന്നിലോട്ടേക്ക് മാറും, വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി മാറി നടക്കുക. റസൂൽ ചോദിച്ചു, എന്താ അബൂബക്കർ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും വലത്തോട്ടും ഇടത്തോട്ടും മാറാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ മുന്നിൽ നിൽക്കുമ്പോ പിൻഭാഗത്തിലൂടെ ആരെങ്കിലും ഒന്ന് താങ്കൾ ആക്രമിച്ചാലോ? റസൂലെ, ഞാൻ പിന്നിൽ നിൽക്കുമ്പോ മുൻഭാഗത്തിലൂടെ ഒന്ന് വല്ലവരും താങ്കൾ ആക്രമിച്ചാലോ? റസൂലെ, ഞാൻ വലതുഭാഗത്ത് നിൽക്കുമ്പോ ഇടതുഭാഗത്തിലൂടെ ആരെങ്കിലും താങ്കൾ ആക്രമിച്ചാലോ? റസൂലെ, ഞാൻ ഇടത്താകുമ്പോ വലതിലൂടെ ആരെങ്കിലും വന്നാലോ? റസൂലെ, ഞാൻ മരിക്കാതെ താങ്കൾ എനിക്ക് അക്രമം നേരിടാതെ റസൂലെ താങ്കൾക്ക് ഒന്നും ഉണ്ടാകരുതെന്ന സ്നേഹമായിരുന്നു മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏത് സ്വഹാബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കി നിങ്ങൾ. മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ആരാ തുൽഹ റളിയല്ലാഹു അൻഹു? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹ് അവിടുത്തെ തിരുനാവിൽ നിന്നും അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞു. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അങ്ങനെ 10 പേരെ എണ്ണിയപ്പോ അതിലെണ്ണിയ സ്വഹാബിയാണ് മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ശത്രുക്കൾ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. തുൽഹ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം ശരീരത്തെ, അവയവങ്ങളെ റസൂലിന് പരിചയാക്കിക്കൊണ്ട് ഉഹുദ് യുദ്ധത്തിൽ റസൂലിന് വേണ്ടി പരിചയായി നിൽക്കുകയാണ്. റസൂലിന് നേരെ വരുന്ന വെട്ടുകൾക്ക് തന്റെ നെഞ്ചിടം, മാറിടം പരിചയാക്കിക്കൊണ്ട് ആ വെട്ട് തന്റെ സ്വന്തം കൈ കൊണ്ട് തടുത്ത്, മാറുകൊണ്ട് തടുത്ത് മാതൃകയാവുകയായിരുന്നു മഹാനായ സ്വഹാബി തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. റസൂലിനെ ആ നിലക്ക് അവർ സ്നേഹിച്ചു. തന്റെ ജീവനേക്കാൾ, തങ്ങളുടെ സ്വത്തിനേക്കാൾ, തങ്ങളുടെ സമ്പത്തിനേക്കാൾ, എല്ലാത്തിനേക്കാളും അവർ സ്നേഹിച്ചത് അള്ളാന്റെ റസൂലിനെയാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകണം. ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി സമയം ചോദിച്ച ചരിത്രം നമുക്ക് അറിയണതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല.
അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ശത്രുക്കൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, അല്ലയോ ഖുബൈബേ അതുഹിബ്ബു അന്ന മുഹമ്മദൻ മക്കാനക്, അല്ലയോ ഖുബൈബേ നീ ആഗ്രഹിക്കുന്നുണ്ടോ, നീ വിചാരിക്കുന്നുണ്ടോ മുഹമ്മദ് എങ്ങാനും നിന്റെ സ്ഥാനത്ത് ഇപ്പൊ വന്നാലോ? അദ്ദേഹം പറയാണ്, ലാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റൂല. എന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ സാധിക്കൂല. തൂക്കുമരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മരണം മുന്നിൽ കാണുമ്പോൾ പോലും അതിനേക്കാൾ എനിക്ക് പ്രയാസം എന്റെ പ്രവാചകന്റെ കാലിൽ, എന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്ന വേദനയാണ് എന്ന് വിലപിക്കുന്ന സ്വഹാബാക്കളെ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ കാണുവാൻ സാധിക്കും. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ കറുത്തുമുത്ത്. ആരാ ബിലാൽ? റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലിന് വേണ്ടി ബാങ്ക് വിളിച്ച വ്യക്തിയാണ്. മക്കം ഫതഹിന്റെ അന്ന് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച മഹാനായ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂൽ മരിച്ചു. ബാങ്കിലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ ബിലാലിന് സാധിക്കണില്ല. റസൂലുള്ളാഹിന്റെ പേര് ഓർക്കുമ്പോ, റസൂലുള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പൂർത്തിയാക്കാൻ ബിലാലിന് സാധിക്കണില്ല. ബിലാൽ പൊട്ടി 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 കരയാം. മദീന വിട്ടുപോയില്ല ബിലാൽ. വർഷങ്ങൾക്ക് ശേഷം ഷാമിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബാങ്ക് കൊടുത്തപ്പോൾ പോലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പൂർത്തിയാക്കാൻ ബിലാലിന് സാധിച്ചില്ല. കരയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, എന്തൊരു സങ്കടമാണ്, എന്തൊരു വേദനയാണ്. ബിലാൽ തന്നെ ചോദിക്കുകയാണ്, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ, ഞാൻ എന്തിനു സങ്കടപ്പെടണം, ഞാനെന്ത് മരിക്കുമെന്ന വേളയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്തിനു സങ്കടപ്പെടണം. ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ, നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ അന്ന് മരിച്ചാലേ നാളെ എനിക്ക് എന്റെ റസൂലിനെ കാണാലോ, സ്വഹാബത്തിനെ കാണാലോ എന്ന ചിന്തയായിരുന്നു മരണവേളയിൽ പോലും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുള്ളത്. എത്രയെത്ര ചരിത്രങ്ങൾ. ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലും സംഘവും തിരിച്ചു വരികയാണ്. അപ്പൊ ഒരു സഹോദരി, ആ സഹോദരി ചോദിക്കുന്നുണ്ട്, എവിടെ റസൂല്? ആ സഹോദരിയുടെ ഭർത്താവും സഹോദരനും പിതാവും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സഹോദരി റസൂലിനോട് പറയുന്ന, റസൂലെ അങ്ങ് ജീവിച്ചിരിക്കണ്ടോ, അതിന് താഴെ വേറെ എന്ത് മുസീബത്തുള്ളൂ. സ്വന്തം ഭർത്താവ്, സ്വന്തം സഹോദരൻ, തന്റെ സ്വന്തം പിതാവ് യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോൾ പോലും അതിനേക്കാൾ പോലും ആ സഹോദരിക്ക്, ആ മഹദിക്ക് സ്നേഹം, ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ പ്രവാചകനെ ആ നിലക്ക് സ്നേഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രവാചക സ്നേഹം യഥാർത്ഥമായി തീരുകയുള്ളൂ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ദമ. അല്ലാഹുവാണേ സത്യം, ഞങ്ങൾക്ക് റസൂലുള്ളാഹ് ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങൾ ദാഹിച്ചു നിൽക്കുന്ന വേളയിൽ ലഭിക്കുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഉണ്ടല്ലോ, അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്ന് മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുക? അത് ഏതെങ്കിലും റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നാട് നീളെ തോരണം കെട്ടി യാ നബി സലാം അലൈക്കും എന്ന് ബൈത്തും ചൊല്ലി റോഡ് നീളെ റാലി നടത്തിയാൽ അത് പ്രവാചക സ്നേഹമല്ല. എന്താ പ്രവാചക സ്നേഹം? ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. എന്താ പ്രവാചക സ്നേഹം? ആ പ്രവാചകനെ പിൻപറ്റല. ജീവിതത്തിന്റെ ഏതേതു ഘട്ടത്തിലും ആ പ്രവാചകനെ പിൻപറ്റലാണ് പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഉ, നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹിബ്ബുക്കും, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. പ്രവാചക സ്നേഹം എന്താ? ആ റസൂലിനെ പിൻപറ്റൽ. നമ്മുടെ ജീവിതത്തിന്റെ ഏതേതോ മേഖലകളിലും ഇടപാടുകളിൽ വ്യവഹാരങ്ങളിൽ ആ പ്രവാചകനെ സ്നേഹിക്കാൻ പിൻപറ്റാൻ സാധിക്കുന്നോ നമ്മൾ പ്രവാചക സ്നേഹിയ. നമുക്ക് സാധിക്കണം. പ്രവാചക സ്നേഹം ഉണ്ടോ? നമ്മുടെ താടി നീളും. റസൂലുള്ളാഹി പറഞ്ഞു, ഔഫുൽ ലഹിയ വഫുർ, നിങ്ങൾ താടിയെ വെറുതെ വിടണം, താടിയെ നീട്ടണം. പ്രവാചക സ്നേഹമുള്ളവന്റെ താടി നീളും. പ്രവാചക സ്നേഹമുള്ളവന്റെ വസ്ത്രം ഇത് നിര്യാണിക്ക് മേലെയായിത്തീരും. പ്രവാചക സ്നേഹമുള്ള സഹോദരിയുടെ വസ്ത്രം അത് ഇസ്ലാമികമാകും. ഹിജാബ് ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ നരകമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. പ്രവാചക സ്നേഹമുണ്ടോ? പലിശയുമായി നമുക്ക് ബന്ധം ഉണ്ടാവില്ല. വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി. പ്രവാചക സ്നേഹമുള്ള ഒരു വ്യക്തിക്ക്, റസൂലിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് പലിശയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അവന് കളവും ചതിയും വഞ്ചനയും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ പ്രവാചകനെ കൊണ്ടുവരലാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇനിയൊരു യുദ്ധം വരികയും ആ യുദ്ധത്തിൽ പ്രവാചകന് വേണ്ടി പരിചയാവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഹാദിമായി തീരാൻ നമ്മളെ കൊണ്ട് ഇനി എന്തേ കഴിയുള്ളൂ?
ആ പ്രവാചകന്റെ പഠിപ്പിച്ച കാര്യങ്ങൾ, ത്വഅതുഹു ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ അനുസരി, ത്വഅതുഹു ഫീമാ അമറ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ വജ്തിനാബു മാ നഹാ അൻഹു വസജറ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ആ പ്രവാചകനെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി കൊണ്ട് പിൻപറ്റലാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. നമുക്കതിനെ സാധിക്കണം. ജീവിതത്തിന്റെ ഏതേത് മേഖലകളും രാവിലെ കിടക്കയിൽ നിന്നും അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എണീക്കുന്നത് മുതൽ തിരിച്ച് കിടക്കയിലേക്ക് എത്തി ലാ ബിസ്മിക റബ്ബി വദഅതു ജംബി തുടങ്ങി ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് കിടന്നുറങ്ങുന്നത് വരെ ആ ഉറക്കത്തിൽ പോലും പ്രവാചകനെ പിൻപറ്റാൻ സാധിക്കണം. അവരാണ് പ്രവാചക സ്നേഹികൾ. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ഉണ്ടാവാൻ പറ്റുക. ഒരിക്കലൊരു സ്വഹാബി റസൂലിനോട് ചോദിക്കുന്നു, റസൂലെ, അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, മാലി അറാക്ക് മഹ്സൂന, നീ എന്താണ് വളരെ ദുഃഖിതനായി കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ കാണാം, ഞങ്ങളെ കൂടെ നിങ്ങളുണ്ട് റസൂലെ. പക്ഷെ നാളെ പരലോകത്ത് നിങ്ങൾ ഉന്നതന്മാരുടെ കൂടെയും ഞങ്ങളൊക്കെ താഴെ തട്ടിലും ആകൂലേ. റസൂൽ ഓതി കൊടുത്ത ആയത്ത് ഇല്ലാഹ വർ റസൂൽ, ആരെങ്കിലും അല്ലാഹു റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും അല്ലാഹു റസൂലിനെ പിൻപറ്റുകയാണെങ്കിൽ, ഇത്തിബാഅ് ചെയ്യുകയാണെങ്കിൽ, ഇത്വാഅത്ത് ചെയ്യുകയാണെങ്കിൽ അവന് സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടായിത്തീരും. പ്രിയപ്പെട്ടവരെ, ശരിക്കും ആലോചിച്ചോളി. ഇന്ന് നമ്മൾ മരിച്ചാൽ പ്രവാചകനെ പിൻപറ്റുന്ന വേളയിൽ നമ്മൾ ഇവിടെ ഉണ്ട്. നമുക്ക് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് ഇവിടെ എത്താൻ പറ്റുണ്ടോ? പ്രവാചക സ്നേഹമുണ്ടോ? സുബഹിക്ക് നമ്മൾ പള്ളിയിൽ ഉണ്ടാക്കും? അല്ല. സുബഹിക്കും നമ്മൾ ഇന്ത്യയിൽ നിസ്കരിക്കും തഹജ്ജുദ്. പ്രവാചക സ്നേഹിയുടെ അടയാളത. പ്രവാചകനെ സ്നേഹിക്കുണ്ടോ? ജുമാക്ക് നമ്മൾ നേരത്തെ പള്ളിയിലെത്തുന്നു. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫിന്റെ ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫും അതാ പ്രവാചക സ്നേഹത്തിന്റെ മാതൃക. പ്രിയപ്പെട്ടവരെ, ആ നിലയ്ക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ മാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉസികും വഇയ്യായ സാനി ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയെ സ്നേഹിക്കണമെന്നും ആ സ്നേഹത്തിന് സഹാബാക്കളുടെ മാതൃകയും നമ്മൾ സ്നേഹിക്കേണ്ടത് അദ്ദേഹത്തെ പിൻപറ്റിയിട്ടുമാവണമെന്നാണ് സൂചിപ്പിച്ചു വന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ഒരു മാസത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് നാട് നീളെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും നടക്കുന്നതായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങൾ, അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ സ്വഹാബികൾ പ്രവാചകനെ സ്നേഹിച്ച ചരിത്രം പറഞ്ഞു. അവരാരും ഇത്തരമൊരു നബിദിനാഘോഷം കഴിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിദിനം കഴിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ശേഷം 100 കണക്കിന് കൊല്ലം സ്വഹാബാക്കൾ ജീവിച്ചു. അതിലെ ഒരു സ്വഹാബി പോലും പ്രവാചകന്റെ ജന്മദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല. ശേഷം താബിഉകൾ വന്നു, തബഉ താബിഉകൾ വന്നു. അവരാരും പ്രിയപ്പെട്ടവരെ നബിദിനാഘോഷം എന്ന ആഘോഷം അവർക്കാർക്കും പരിചയമല്ല. ഇന്ന അസ്ല അമലിൽ മൗലിദ് ബിദ്അ ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. മൗലിദിന്റെ അടിസ്ഥാനം അത് ബിദ്അത്താണ്. ഇസ്ലാമിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞ സംഗതി എല്ലാ വെള്ളിയാഴ്ച പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിൻ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണ്. പ്രിയപ്പെട്ട നബിദിനാഘോഷം അത് ബിദ്അത്താണ്. അത് ഇസ്ലാമിനോ പരിചയമില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത. നിങ്ങൾ നോക്കി, ഇസ്ലാമില് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പം ഏത് കാല് വെക്കണം, ഇത്ര നിസാരമായ കാര്യ ഹദീസ് ഉണ്ട്. എന്നാൽ നബിദിനാഘോഷത്തെ കുറിച്ച് ഒരു ഹദീസ് പോലും, ഒരായത്ത് പോലും ഇസ്ലാമിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ബിദ്അത്താണ്. പ്രവാചകനോ സ്വഹാബികൾക്കോ താബിഉകൾക്കോ തബഉ താബിഉകൾക്കോ പരിചയമില്ലാത്ത ആചാരമാണ് നബിദിനാഘോഷം തിരിച്ചറിയും. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകൾക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നും, എന്താ അതിന് പ്രശ്നം,
ഇത് ഇത്ര ഗൗരവാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, മഹാനായ പണ്ഡിതൻ ഇമാം സുഫ്യാൻ സൗരി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ വൽ ബിദ്അത്തു യുതാബു മിൻഹാ വൽ മഅസിയത്തു ലാ യുതാബു മിൻഹാ. ഇബ്ലീസിന് ഒരു വ്യക്തി തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ, ഒരു വ്യക്തി വ്യഭിചരിക്കുന്നുണ്ട്, അവനറിയാം വ്യഭിചാരം തിന്മയാണെന്ന്, മദ്യപിക്കുന്നുണ്ട്, അവനറിയാം മദ്യപാനം തിന്മയാണ്, അവനൊരു പക്ഷെ നാളെ തൗബ ചെയ്യും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിക്ക് എന്തറിയില്ല, അവൻ ചെയ്യുന്നത് തിന്മയാണെന്ന് അറിയില്ല. അവന്റെ കണക്കിനത് എന്താ, മരിച്ച പരലോകത്തിൽ സ്വർഗത്തേക്ക് പോകുന്നതൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഏതാ, ഒരു വ്യക്തി ബിദ്അത്ത് ചെയ്യുന്നതാണ്. അത്ര ഗൗരവമുള്ള വിഷയ പ്രിയപ്പെട്ടത് തിരിച്ചറിയണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്ത് പോകും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാരെ വിസമ്മതിച്ചവർ? റസൂലുള്ളാഹി പറയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ പിൻപറ്റിയവരാരുണ്ടോ അവർ സ്വർഗ്ഗത്ത് പോകും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവരാരുണ്ടോ, എന്നെ പിൻപറ്റാത്തവരാരുണ്ടോ, അവര് നരകത്തിലായിരിക്കും ഉണ്ടാവുക. നാളെ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കുമ്പോൾ റസൂലിന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വരുന്ന, അവർക്ക് റസൂലിന്റെ ഇടയിൽ മറയിടും. റസൂലുള്ളാഹി പറയും, അതെന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, ഓൽക്ക് എന്താ ഹൗദുൽ കൗസറിന്റെ വെള്ളം കൊടുക്കാത്തത്? അവിടുന്ന് വിളിച്ചു പറയുന്ന, ഇന്നക ലാ തദ്രി, നിനക്കറിയില്ല പ്രവാചകരെ, താങ്കൾക്ക് ദീനിൽ എന്താണ് പുതുതായി കടത്തിക്കൂട്ടിയത്. ദീനൊരു കാര്യം ഒരു വ്യക്തി കടത്തിക്കൂട്ടില്ല, ഇത് ബിദ്അത്താണ്, ചെയ്യാൻ പറ്റൂല. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ഇതായത്തിന്റെ അർത്ഥം, നാളെ പരലോകത്ത് ചില മുഖങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുക. അവരാരാ? പ്രവർത്തിക്കാത്ത ആൾക്കാരാണോ? നിസ്കരിക്കാത്തോല, നോമ്പൊലിക്കാത്തോല, സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരല്ല. ആമിലത്തുൻ നാസിബ, ഒരുപാട് ചെയ്ത് ക്ഷീണിച്ച വ്യക്തികളാ. എന്താ അവർ ചെയ്തത്? പ്രവർത്തനം ദീൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകളും ദലാലത്തുകളുമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് ചെയ്ത് ക്ഷീണിച്ച വ്യക്തികൾ തസ്ലാ നാറൻ ഹാമിയ, നരക. പിന്നെ പറഞ്ഞത് അത്തരം ആളുകളെ പടച്ചറബ് നരകത്തിൽ കൊണ്ടുപോയിടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത്തരം എല്ലാ ബിദ്അത്തും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകനറിയാത്ത, സുഹാബികൾക്കറിയാത്ത, താബിഉകൾക്കറിയാത്ത, തബഉ താബിഉകൾക്കറിയാത്ത മദ്ഹബിന്റെ 4 ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു, ഇമാം മാലിക് റഹിമഹുല്ലാഹു, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു, ഇമാം അഹ്മദ് ബിൻ ഹംദ് റഹിമഹുല്ലാഹു പരിചയമില്ലാത്ത ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന ലൂനഹും സുമ്മല്ലദീന ലൂഹും എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിൽ ഒരാൾക്ക് പോലും പരിചയമില്ലാത്ത നബിദിനാഘോഷം, അതിൽ നമ്മൾ പങ്കാളികളാവരുത്. നമ്മുടെ പരലോകം ഇത് നഷ്ടപ്പെടും. അതിൽ അകപ്പെട്ടവരെ അതിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നമ്മൾ പറഞ്ഞില്ലേ പ്രവാചകന്റെ സ്നേഹത്തിന്റെ മാതൃക, ആ സ്വഹാബികൾ ആരും ചെയ്യാത്ത ആഘോഷം ചെയ്ത് നമ്മൾ എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെടുന്ന ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ, അതിൽ അകപ്പെട്ടവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമാറിയാതെ നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.